ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത്രത്തോളം ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നാം ജീവിക്കുന്ന ഈ ലോകത്ത് ധാരാളം അധാർമികതയും അനീതിയും അക്രമവും വർദ്ധിച്ചു വരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചിന്തകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. എങ്ങനെയുള്ളൊരു പശ്ചാത്തലം കണ്ടിട്ടായിരിക്കണം 11-ാം സങ്കീർത്തനത്തിൽ ദാവീദ് 3-ാമത്തെ വാക്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും? എന്താണ് അടിസ്ഥാനങ്ങൾ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സത്യവും നീതിയും ധർമ്മവും പുലർത്തിക്കൊണ്ട് ദൈവത്തോട് വിശ്വസ്തത കാണിച്ച് ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്മേലാണ്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ നേരുള്ളവനായിരുന്നു. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോകുന്തോറും അവൻ അനേകം സൂത്രങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുവാൻ, ദൈവത്തിൻ്റെ വഴികൾ വിട്ട് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയും അതിന് ഉപോത്ബലകമായ പല കാര്യാദികൾ കണ്ടുപിടിക്കുകയും ചെയ്തുവെന്നാണ് ആ വചനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനുഷ്യൻ്റെ സ്വാർത്ഥത ഒരു പരിധിവരെ അവനെ യഥാർത്ഥ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാൻ ഇടയാക്കിയിട്ടുണ്ട്. അധർമ്മം നമ്മുടെ ലോകത്തിൽ വളരെയധികം പെരുകിക്കൊണ്ടിരിക്കുന്നു. ആർക്കും എന്തും ചെയ്യുവാൻ ഒരു മടിയുമില്ല. അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എത്രയോ ജീവിതങ്ങളെ തച്ചുടച്ച് കളയുന്നു, എത്രയോ കുടുംബങ്ങൾ തകർന്നു പോകുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അധർമ്മം പെരുകിയിരിക്കുന്നു, അനീതി പെരുകിയിരിക്കുന്നു. എങ്ങനെയും സ്വന്തം കാര്യം നടക്കണമെന്നല്ലാതെ മറ്റുള്ള ആരോടും ആർക്കും യാതൊരു വിധമായ സ്നേഹവും ഒരു ബന്ധങ്ങളും ഇല്ലാതെ സ്വാർത്ഥതൽപരനായ മനുഷ്യൻ അവൻ്റെ കാര്യസാധനത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ മടിയില്ലാത്തവനായി മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ദൈവവിശ്വാസത്തിൽ നിലനിന്ന് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ ചുറ്റും കാണുന്നത് അധർമ്മവും അനീതിയും പാപപങ്കിലമായ ജീവിതവുമാണ്. അതിന് നടുവിൽ നീതിമാനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവന് വളരെ ബുദ്ധിമുട്ടാണ്. അവൻ്റെ ഉള്ളിൽ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എങ്ങനെ ഇവരുടെ നടുവിൽ ജീവിക്കും? കർത്താവേ,
നീ എന്നെ ഒന്ന് ഉറപ്പിക്കണമേ. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായ വേദനകൾ ഉണ്ടാകാറുണ്ട്, ചിന്തകൾ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ നടുവിൽ എന്നെ ഒന്ന് ഉറപ്പിച്ച് നിർത്തണമേ കർത്താവേ എന്നാണ് അവൻ്റെ പ്രാർത്ഥന. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ ഏത് മനുഷ്യനും നിലംപരിചാകും. നമുക്കറിയാം, ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റും ഫൗണ്ടേഷനും ഒക്കെ ഉറപ്പുള്ളതല്ലെങ്കിൽ അത് വീണു പോകും. എത്ര വലിയ ബലവാനായ മനുഷ്യനായാലും ദൈവത്തിൻ്റെ വഴി വിട്ട് ജീവിച്ചാൽ ഒരു ദിവസം നിലം പൊത്തി താഴെ വീഴും. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോയാൽ ഒരു തകർച്ച ഉറപ്പാണ്, ഒരു വീഴ്ച ഉറപ്പാണ്. അതുകൊണ്ട് അടിസ്ഥാനങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവവിശ്വാസം, സത്യം, നീതി, ധർമ്മം, സ്നേഹം, പരോപകാരം, ഈ തുടങ്ങിയ എല്ലാവിധമായ നല്ല ഗുണങ്ങളും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. ഈ അടിസ്ഥാന തത്വങ്ങൾ ഇല്ലാതെ പോയാൽ മനുഷ്യനല്ലാതായി തീരും. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അടിസ്ഥാനങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാൻ നമുക്കിടയാകരുതെന്ന് പ്രത്യേകമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതൊക്കെ നമ്മുടെ ചുറ്റിലും നാം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും നാം ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുവാൻ ഉത്സാഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ ബലപ്പെടുത്തും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം അറിയുന്ന ഒരു ദൈവം നമ്മളെ തൻ്റെ ശക്തി കൊണ്ട് ഉറച്ചു നിൽക്കുവാൻ സഹായിക്കും. അങ്ങനെ അവരുടെ നടുവിലും നമുക്ക് ധൈര്യമായി നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നേറി ഒരു നല്ല ഉറപ്പുള്ള ജീവിതം, ദൈവത്തിൽ പടുത്തുയർത്ത നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് മുന്നേറുവാൻ സാധിക്കും. അതിന് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ്.